അസ്സലാമു അലൈക്കും, നമസ്കാരം. പ്രിയപ്പെട്ട അധ്യക്ഷ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷെരീഫ് ടീച്ചർ, ഇവിടെ ഇന്ന് ആദരവ് ഏറ്റുവാങ്ങുന്ന സുഹൃത്ത് ഗാനരചയിതാവ് ബാപ്പു വാവാട്, ഏറെ ബഹുമാനിക്കുന്ന ഹൈദ്രൂസ് പൂവക്കുറിശി മാഷ്, KPA ഖാദർ ഹാജി, കുന്നമംഗലം CK ആലിക്കുട്ടി, ബദറുദ്ദീൻ പാറന്നൂർ, ഫൈസൽ കനമനം, ഉമ്മർ മാവൂർ, മറ്റ് ഈ വേദിയിലെ വിശിഷ്ടാതിഥികളെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട കലാകാരന്മാരെ, സുഹൃത്തുക്കളെ, ഇവിടെ മിംക ഇൻ്റർനാഷണൽ ഗ്രൂപ്പ് മാജിക് ലാൻഡ് അവതരിപ്പിക്കുന്ന മാപ്പിളപ്പാട്ട് റിയാലിറ്റി ഷോ സീസൺ 7 ഞാൻ വളരെ അഭിമാനത്തോടു കൂടി തന്നെ ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുകയാണ്. കാരണം പ്രസംഗം കഴിഞ്ഞ് ഉദ്ഘാടനം മറന്നുപോകണ്ടെന്ന് കരുതിയിട്ടാണ്. SSLC പരീക്ഷ എഴുതുമ്പോൾ പരീക്ഷയൊക്കെ എഴുതിയിട്ട് രജിസ്റ്റർ നമ്പർ എഴുതാൻ മറന്നുപോയാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ചില ആളുകൾ അവസാനത്തേക്ക് മാറ്റി വെക്കാറുണ്ട്. അങ്ങനെ അബദ്ധം പറ്റിയവരൊക്കെ ഉണ്ടാവും നമ്മുടെ കൂട്ടത്തിൽ. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. നമ്മുടെ ഈ ശിഹാബുദ്ദീൻ കീശ്ശേരി ഏറെ മുമ്പേ പരിചയമുള്ള സുഹൃത്താണ്, കവിയാണ്. അദ്ദേഹത്തിൻ്റെ വലിയൊരു ത്യാഗം ഈ പരിപാടിക്ക് പിറകിലുണ്ട്. അദ്ദേഹം മോയിൻകുട്ടി വൈദ്യർ അക്കാദമിയുമായി ബന്ധപ്പെട്ട് ദശവാർഷിക ആഘോഷവുമായി ബന്ധപ്പെട്ട് ഒരു പരിപാടിയിൽ സഹായ സഹകരണം വേണമെന്ന് പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ട സെക്രട്ടറി ബഷീർ ചുങ്കത്തറ അത് ഏറ്റെടുക്കുകയും ഇവിടെ വരാനുള്ള ചുമതല എന്നെ ഏൽപ്പിക്കുകയുമായിരുന്നു. പ്രിയങ്കരനായ ബാപ്പു അവാർഡ് അക്കാദമിയുടെ മെമ്പറാണ്. അദ്ദേഹം കൂടി ഉള്ളത് കൊണ്ട് ഇതിന് ആ തരത്തിൽ ഔദ്യോഗിക സ്വഭാവം കുറച്ചുകൂടി ഗൗരവമായി വരുന്നു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമുക്കറിയാം, ഇതുപോലെയുള്ള ഒരുപാട് മത്സര പരിപാടികൾ ഇപ്പോൾ വളരെ സജീവമാണ്. ആവേശപൂർവ്വം നമ്മുടെ കുട്ടികളൊക്കെ ഇത്തരം പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. റിയാലിറ്റി ഷോയുടെ ഒരു തരംഗം ഉള്ള കാലത്താണ് നമ്മളൊക്കെ ഇപ്പോൾ ജീവിക്കുന്നതും. ഇവിടെ ഷെരീഫ് ടീച്ചർ സൂചിപ്പിച്ച ഈ പാട്ടിൻ്റെ ഓരോ കാലഘട്ടത്തിൽ പാട്ട് നമ്മുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് അവർ പറഞ്ഞത്. ഞാനും ഏതാണ്ട് അവരുടെ പ്രായമൊക്കെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. 50 വയസ്സ് ഏതായാലും കഴിഞ്ഞു. അപ്പോൾ അത് എത്ര വേണമെങ്കിലും പോവാം, അതാ ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. ഏതായാലും ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് ഈ കല്യാണം പോലെയുള്ള പരിപാടികളിൽ നമ്മൾ ഈ ഗ്രാമഫോൺ റെക്കോർഡും, അന്ന് കേസറ്റുകളുടെ തുടക്കമാണ്, അല്ലെങ്കിൽ കേസറ്റുകൾ നമ്മുടെ മുമ്പിൽ വന്നിട്ടില്ല. ആ കാലഘട്ടത്തിൽ നമ്മൾ കേട്ട പാട്ടുകൾ, കലാകാരന്മാർ, അവരൊക്കെയാണ് നമ്മുടെ മനസ്സിൽ ഇന്നും താരങ്ങളായി നിൽക്കുന്നത്. ഒരു കാലഘട്ടത്തെ കൃത്യമായിട്ട് നമ്മളുടെ മനസ്സിനെയും നമ്മുടെ ജീവിതത്തെയും കൊണ്ടുപോയ കലാകാരന്മാരാണ്. ആ ഒരു കാലഘട്ടത്തിന് ശേഷമാണ് പിന്നെ കേസറ്റും മറ്റു കാര്യങ്ങളും മറ്റു സംവിധാനങ്ങളും വിഷ്വൽ മീഡിയയും ഒക്കെ വരുന്നത്. ഏതായാലും ആ കാലഘട്ടത്തിലെ പാട്ടുകളാണ് മാപ്പിളപ്പാട്ടിനെ കുറിച്ചുള്ള ആലോചനയിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നത്. നിങ്ങളെയൊക്കെ മനസ്സിലിങ്ങനെ ഗൃഹാതുരമായ ഒരു ഓർമ്മയുണ്ടാവും. ഞാൻ ആദ്യമായിട്ട് ഗ്രാമഫോൺ റെക്കോർഡിൽ കേട്ട പാട്ട് കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ വളയിലുക്കിയ സുന്ദരി എന്ന പാട്ടാണ്. ഒരു പെരുന്നാൾ ദിവസം എനിക്ക് ഏതാണ്ട് 5 വയസ്സുള്ളപ്പോൾ എൻ്റെ വീട്ടിനടുത്തുള്ള ഗ്രാമഫോൺ റെക്കോർഡുമായി നടക്കുന്ന ഒരാൾ എൻ്റെ വീട്ടിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ട് അദ്ദേഹം ആ റെക്കോർഡ് ആദ്യമായി വെച്ചത് കായലരികത്ത് 1954 ഇറങ്ങിയ ആ പാട്ടാണ്. അതൊക്കെ ആ പാട്ട് എപ്പോൾ കേൾക്കുമ്പോഴും എൻ്റെ മനസ്സിലേക്ക് ആ സന്ദർഭം വരും. ഇങ്ങനെ ഈ കുറിക്കല്യാണം പോലെയുള്ള പരിപാടികൾ, മഹമ്മൂദ് ബാബുവിൻ്റെ കഥാപ്രസംഗം, ഇതൊരു ദുഃഖത്തിൻ്റെ കഥയാണ് എന്നൊക്കെ തൊണ്ട് ആ കാലഘട്ടത്തിലെ ആളുകൾക്ക് ഓർമ്മ ഉണ്ടാവും. ഈ ഐഷ ബീഗത്തിൻ്റെയും റംല ബീഗത്തിൻ്റെയും കഥാപ്രസംഗം, ഇങ്ങനെയുള്ള ഒരുപാട് പാട്ടും കഥയും കഥാപ്രസംഗവും ഒക്കെ നമ്മുടെ മനസ്സിലുണ്ട്. അങ്ങനെയുള്ള ഒരു കാലഘട്ടമാണ് നമ്മളെ ശൈശവവും നമ്മളെ കൗമാരവും എന്നൊക്കെ പറയുന്നത് ശരിക്കും അങ്ങനെ തന്നെയാണ്. ആ ഒരു ആവേശമാണ് ഇന്നും മാപ്പിളപ്പാട്ട് എവിടെയുണ്ടോ അവിടെയൊക്കെ ചെല്ലാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന കാര്യവും അത് തന്നെയാണ്. അതിനുശേഷമാണ് ഇതിന് ഒരു പ്രതിഭാധനരായ ആളുകളുണ്ട്. മോയിൻകുട്ടി വൈദ്യർ, പുലിക്കോട്ടിൽ ഹൈദർ, ചേറ്റുവായി പരീക്കുട്ടി, മുണ്ടമ്പ്ര ഉണ്ണിമുഹമ്മദ്, ഇങ്ങനെയുള്ള പ്രഗത്ഭരായ കവികളുണ്ട്. ഇതിന് നിയമങ്ങളുണ്ട്. ഇതിങ്ങനെയാണ്, ഇതിൻ്റെ സാധ്യതകൾ ഇന്നതാണ്, ഇത് സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്നൊക്കെ പിന്നീട് നമ്മൾ അറിയുകയും വായിക്കുകയും പഠിക്കുകയും ചെയ്ത കാര്യങ്ങളാണ്. മനുഷ്യൻ്റെ മനസ്സിനെ ഇങ്ങനെ കൊണ്ടുപോയ വേറെ ഒരു സംഗീത സാഹിത്യ ശാഖ വേറെ ഉണ്ടെന്ന് നമുക്ക് പറയാൻ വയ്യ. നമ്മളിവിടെ പ്രവർത്തിക്കുന്ന മേഖല ആയതുകൊണ്ട് ഞാൻ പറയും, ഇത്ര ചരിത്രമുള്ള ഒരു സംഗീത ശാഖ.
പാട്ടുകൾ നമ്മുടെ ഇടയിൽ ഇഷ്ടം പോലെയുണ്ട്. പലതരത്തിലുള്ള പാട്ടുകൾ, നാടൻ പാട്ടുകളുണ്ട്, സിനിമാ പാട്ടുണ്ട്, ലളിതഗാനമുണ്ട്. ഈ ആകാശവാണിക്ക് മാത്രമുള്ള, അല്ലെങ്കിൽ ആകാശവാണി ഉണ്ടാക്കിയ ഒരു പിന്നെ സംഗീത ശാഖയാണ് ലളിതഗാനം എന്ന് പറയുന്നത്. നിങ്ങൾ വേറെ ഈ ലളിതഗാനം എന്ന് പറഞ്ഞ സംഗതി കേൾക്കുകയില്ല. അത് കോഴിക്കോട് ആകാശവാണിയോ അല്ലെ തിരുവനന്തപുരം ആകാശവാണിയോ ഉണ്ടാക്കിയ സംഗതിയാണ്. പിന്നീടാണ് അത് മത്സരത്തിലൊക്കെ രാഘവൻ മാഷ പോലെയുള്ള ആളുകളൊക്കെ അന്ന് ഒരുപാട് ലളിതഗാനങ്ങൾ കമ്പോസ് ചെയ്ത് പുറത്തിറക്കി. അങ്ങനെയാണ് ലളിതഗാനം ഉണ്ടാകുന്നത്. പക്ഷെ ഒരു സമൂഹം, ഒരു പ്രദേശമോ ഒരു സമൂഹമോ, ഒരു പ്രത്യേക സമുദായം എന്ന് ഞാൻ പറയില്ല, കാരണം മാപ്പിളപ്പാട്ട് എല്ലാവർക്കും ഇഷ്ടമാണ്. ഒരു സമൂഹവും അല്ലൊരു പ്രത്യേക പ്രദേശത്ത് കൃത്യമായിട്ട് അതിൻ്റെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ് വളർന്ന, ഇന്ന് കേരളീയരുടെ മൊത്തം സംഗീത ശാഖയുടെ ഭാഗമായി തീർന്ന ഈ മാപ്പിളപ്പാട്ട്, ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ, സെമിനാറുകൾ, വിവാദങ്ങൾ, പുസ്തകങ്ങൾ, മത്സരങ്ങൾ, ഇങ്ങനെ 24 മണിക്കൂറും മാപ്പിളപ്പാട്ടുമായി നടക്കുന്ന ആളുകളുണ്ട്. ഇവിടെ കുന്നമംഗലം ആലിക്കുട്ടിക്കാനെ കുറിച്ചൊക്കെ പറഞ്ഞു. മാപ്പിളപ്പാട്ടല്ലാതെ അദ്ദേഹത്തിനൊരു ജീവിതമില്ല. ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. ഈ മത്സരത്തിൽ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് പലരെയും എനിക്കറിയാം. അവരൊക്കെ എല്ലാ മത്സരത്തിലും പോകും. എല്ലാ മത്സരത്തിലും സമ്മാനമൊന്നും കിട്ടുകയില്ല, എന്നാലും പോകും. മാപ്പിളപ്പാട്ടെന്ന് കേൾക്കുമ്പോൾ അവിടെ ഉണ്ടാവും ചില ആളുകൾ. അങ്ങനെയാണ്, അവർക്ക് ഒന്നും ലഭിച്ചിട്ടില്ല. ഞങ്ങളിൽ പലരും ഇതിൻ്റെ സൗഭാഗ്യം അനുഭവിച്ചവരാണ്, അല്ലെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. ഒന്നുകിൽ പാട്ട് എഴുതിയിട്ടോ പാട്ട് പാടിയിട്ടോ അല്ലെങ്കിൽ അത് ജഡ്ജ്മെൻ്റ് നടത്തിയിട്ടോ അങ്ങനെയൊക്കെ. ഇപ്പോൾ അലിയ, ഉമ്മർ, കബീറൊക്കെ ഇവിടെ ഉണ്ട്, യഹിയ മമ്പാടൊക്കെ ഉണ്ട്. ഏതെങ്കിലും തരത്തിൽ ഈ കലയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ്. എന്നാൽ ഇതൊന്നും അല്ലാതെ ഈ വളരെ നിഷ്കളങ്കമായി പാട്ടിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ, കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഈ പാട്ട് കേൾക്കാൻ പോകുന്ന ആളുകൾ, അങ്ങനെയൊക്കെ ഒരു കാലത്ത് നമ്മളും പോയിട്ടുണ്ട്. ഞാൻ ചിന്തിക്കാറുണ്ട്, ഒരു സൗകര്യങ്ങളും ജീവിതത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കാതെ മാപ്പിളപ്പാട്ടെന്ന് കേൾക്കുമ്പോൾ ആവേശത്തിൽ ചില ആളുകളൊക്കെ ഈ പാട്ട് കേൾക്കുമ്പോൾ നമ്മളോടൊക്കെ ചില അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കും, അവർക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം വരുമ്പോൾ. അപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ട് നമ്മുടെ ഒരു കുട്ടിക്ക് എന്തോ സംഭവിച്ചതുപോലെ ഇങ്ങനെയൊരു പാട്ടുശാഖ വേറെ ഉണ്ടാവുമോ? അതാണ് നമ്മൾ ആലോചിക്കേണ്ട കാര്യം. ഒരു പാട്ടിലെ, ഞാനിപ്പോൾ ഒരു ജഡ്ജ്മെൻ്റ് നടത്തി ഒരു ചാനലൊരു കാര്യം പറഞ്ഞു, അത് നിങ്ങൾക്കിഷ്ടമില്ലെങ്കിൽ എന്നെ വിളിച്ച് തുറന്ന് പറയുക. ഇത് വേറെ ഒരു ചലച്ചിത്രഗാന വിധികർത്താക്കൾക്കൊന്നും ഈ ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. വളരെ സൂക്ഷ്മമായിട്ടും ശ്രദ്ധിച്ചും ഈ മേഖലയെ കൈകാര്യം ചെയ്യണം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ലക്ഷക്കണക്കിന് ആളുകൾ കേൾക്കുന്നു എന്നുള്ള ബോധ്യത്തിൽ സംസാരിക്കണം. അല്ലെങ്കിൽ ആശയപരമായ അഭിപ്രായ വ്യത്യാസം വേറൊന്നുമില്ല. ഇതൊക്കെ എന്നോടുള്ള പിന്നെ ഇഷ്ടം കൊണ്ടോ എന്നോടുള്ള ഇഷ്ടക്കേട് കൊണ്ടോ അല്ല, അല്ലെ ബാപ്പുക്കയോടോ ഐദ്രൂസ് മാഷയോടോ, അതൊന്നുമല്ല ഇവിടെ പ്രശ്നം. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് മാപ്പിളപ്പാട്ട് എന്ന് പറയുന്ന അത്രയേറെ ഹൃദ്യമായ, അത്രേ മനസ്സ് തൊടുന്ന ഒരു സംഗീത ശാഖ ഇവിടെ വേറെ പിന്നെ ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. അത്രക്ക് സാധ്യതകൾ ഇതിലുണ്ട്. നമ്മുടെ മനസ്സ്, നമ്മുടെ ജീവിതം, ഏത് വിഷയമാണ് മാപ്പിളപ്പാട്ട് പിന്നെ കൈകാര്യം ചെയ്യാത്തത് എന്നുള്ളതാണ്. ഏത് തമാശയുണ്ട് അതിൽ. സ്ത്രീധനം പോലെയുള്ള വലിയ പിന്നെ നമ്മുടെ ഇടയിലുണ്ടായ അനാചാരങ്ങൾക്കെതിരെ ഇപ്പോൾ KG സത്താർക്ക പാടിയില്ലേ, പിന്നെ നമ്മുടെ മലയാളിയുടെ ദുരിതം നിറഞ്ഞ ഈ ജീവിതത്തിൽ എന്നെ കരകേറ്റിത്തരണം പടച്ചോനെ, എൻ്റെ കരളിൽ കാനിയായ പൂമോളെ കെട്ടിക്കാൻ വഴി കാണുന്നില്ല റഹ്മാനെ. ഇന്നലെ ഞാൻ ശ്രീമൂലനഗരം വിജയൻ എന്ന് പറയുന്ന പ്രഗത്ഭനായ ഒരു പാട്ടെഴുത്തുകാരൻ, അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ മരണവും അതിൻ്റെ ചരമദിനം ആചരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ഡിസ്കഷനിൽ ഞാൻ ഓൺലൈനിൽ പങ്കെടുക്കേണ്ടത്. ഞാൻ അത്ഭുതപ്പെട്ടു. അദ്ദേഹമൊക്കെ എഴുതി. അദ്ദേഹം ശരിക്കും എറണാകുളം ജില്ലക്കാരനാണ്, ആലുവ അങ്കമാലി അടുത്തുള്ള ആളാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒക്കെ പാട്ടുകളില്ല. ഇപ്പം കൊച്ചിയിലെങ്ങും പെണ്ണില്ല, കോഴിക്കോട്ടും പെണ്ണില്ല, കൊയിലാണ്ടി ചെന്ന് നമ്മൾ പെണ്ണിനെ കണ്ട്, നല്ല വയനാടൻ മഞ്ഞൾ പോലൊരു പെണ്ണിനെ കണ്ട്, നമ്മളെപ്പോഴും പാടുന്ന പാട്ടാണ്. ഇത് ശ്രീമൂലനഗരം വിജയൻ എഴുതുകയാണ്. അതാ പറഞ്ഞത്, ദേശമോ ഭാഷയോ സംസ്കാരമോ വ്യത്യാസമില്ലാതെ ഈ പാട്ടിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മൂസായരഞ്ഞോളി പാടിയ പ്രസിദ്ധമായൊരു പാട്ടുണ്ട് ശ്രീമൂലനഗരം വിജയൻ്റെ. നിങ്ങൾക്ക് ആർക്കും ഇപ്പോൾ അറിയുമെന്ന് എനിക്കറിയില്ല. പടിഞ്ഞാറേ മാനത്ത് പാൽക്കടൽ തീരത്ത് 17 പൊട്ടുപോലെ പൊന്നമ്പിളി വീരിയുമ്പോൾ ഒരു കുടന്നാ ഇങ്ങനെ നമ്മൾ വളരെ ആവേശപൂർവ്വം ആളുകൾ കേൾക്കുന്ന പാട്ട്. ഇതൊക്കെ എഴുതിയ മഹാന്മാരായ ആളുകൾ, ഒരുപാട് ആളുകൾ ഇങ്ങനെ ഇതിന് മേഖലയിലുണ്ട്. ഭാസ്കരൻ മാഷ് സിനിമാ പാട്ടോടൊപ്പം സ്വന്തമായി മാപ്പിളപ്പാട്ട് എഴുതിയ ആളാണ്. ബാബുക്കായി ഇങ്ങനെ ചിട്ടപ്പെടുത്തിയ ആളാണ്.
എല്ലാ ആളുകളും ഇത് മാപ്പിളപ്പാട്ട് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു സാധ്യതയെ തിരിച്ചറിഞ്ഞുകൊണ്ട് തങ്ങളുടെ കാലത്ത് അത് കൃത്യമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച ആളുകളാണ്. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ ഒരുപാട് ഇപ്പോൾ ഇവിടെ മത്സരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് പറയാനുള്ളത് ഈ ഒരു ഗൗരവമായ തരത്തിലേക്ക് ഇതിൻ്റെ ആസ്വാദനത്തെ നമ്മൾ കൊണ്ടുപോകണം എന്നുള്ളതാണ്. പാട്ടെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊരു ആർക്കും എപ്പോഴും എങ്ങനെയും പാടാൻ കഴിയുന്നതാണ് മാപ്പിളപ്പാട്ട് എന്നൊരു വിചാരം പലർക്കും ഉണ്ട്. പ്രത്യേകിച്ച് മാപ്പിളപ്പാട്ട് സ്ഥിരമായി പാടുന്നവർക്കാണ് ഞാനത് പാടാം ഇത് പാടാം എന്നൊക്കെ പറയും. പക്ഷേ മാപ്പിളപ്പാട്ടാണ് എനിക്ക് തോന്നുന്നത് ഇത്ര ഭാവത്തിന് പ്രാധാന്യമുള്ള, വളരെ കൃത്യമായിട്ട് ഒരു ഇശലുകൾ പോലും വിന്യസിച്ചത് ഒരു പാട്ട് അങ്ങനെ തന്നെ പാടാനാണ്. അത് വേറെ രീതിയിൽ പാടാൻ പറ്റുകയില്ല. ഉദാഹരണമായിട്ട് ബദർവടപ്പാട്ടിൽ, മോയിൻകുട്ടിയുടെ ബദർവടപ്പാട്ടിൽ യുദ്ധത്തിലെ വാദ്യഘോഷങ്ങൾ വിവരിക്കുന്ന ഒരു രംഗമുണ്ട്. ഇപ്പോൾ തുടരമദ്ദളവും മുരശോട് മരുവ ഒറ്റകളും ഭജയോട് ദുടികൾ ദപ്പുകളും കൈമണി ധുനികൾ താശകളാൽ. ആ പാട്ട് ഇങ്ങനെ ആ ഒരു വാദ്യഘോഷങ്ങളുടെ ആ ഒരു മേളം നമ്മുടെ മുമ്പിൽ നമുക്ക് അനുഭവിപ്പിക്കാത്ത തരത്തിൽ പാടാൻ പറ്റുകയില്ല. അത് കൃത്യമായിട്ട് അങ്ങനെയാണ് ഇശലുകൾ പോലും തിരഞ്ഞെടുക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇപ്പോൾ മയൂര നൃത്തമാണ് ഇശലുകളിലെ കെസ് എന്ന് പറയാറുണ്ട്. ആരാലും മനസ്സിൽ നിന്നൊരിക്കലും മറക്കുവാൻ ആവാത്ത വിധമുള്ളതായ എല്ലാ. ഈ പാട്ടൊക്കെ ഇപ്പോഴും കൊണ്ടാടുന്നത് അത് വളരെ മുമ്പുള്ള ഒരു ഇശലാണ്. മാപ്പിളപ്പാട്ടിൽ ഒരു ആരംഭം തുളുമ്പും ചെങ്കതിർ മുഖം മാറും കണ്ടുള്ള പാട്ട് ഇതേ ട്യൂണാണ്. എത്രയോ പാട്ടുകൾ ഈ ട്യൂണുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്ത് 1978 NP ഫൗസിയ അദ്ദേഹത്തിൻ്റെ നമ്മുടെ ഗ്രാമഫോൺ റെക്കോർഡിൽ TK കുട്ടിയാലിക്ക എഴുതിയ പാട്ടാണ് ഈ ചാലാടുള്ള ആ പാട്ട്. ഇപ്പോൾ വീണ്ടും ഇപ്പോൾ ഷഹജാദ് മീഡിയ വണ്ണിലെ 14 രാവിലെ ഞങ്ങളൊക്കെ ഇരിക്കുന്ന സമയത്ത് പാടിയിട്ട് 50 മില്യൺ ആളുകൾ കണ്ടു. ഞാൻ ഈ പാട്ട് ഇതിൻ്റെ സിനിമയുമായി ബന്ധപ്പെട്ട് സുലൈഖ മനസ്സിലെ സിനിമയുമായി ബന്ധപ്പെട്ട ആൾ എന്നെയാണ് സമീപിച്ചത്. ഞാൻ ഈ കുട്ടിയാലിക്കയുടെ വീട് അന്വേഷിച്ചു പോയി, ഇത് എവിടെയാണെന്ന്. 50 മില്യൺ ആളുകൾ ഒരു പാട്ട് കണ്ടാൽ എത്ര ഉറുപ്പിക കിട്ടും യഹ്യക്ക് നന്നായിട്ട് അറിയാം. കണക്കൂട്ടുന്നവർക്കറിയാം, ഈ സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്ന ആൾക്കറിയാം. 50 മില്യൺ ആളുകൾ ഒരു പാട്ട് കണ്ടാൽ പിന്നെ അയാൾക്ക് ജീവിതത്തിൽ വേറെ സമ്പാദിക്കേണ്ട കാര്യമൊന്നുമില്ല. 50 മില്യൺ ആവണമെന്നേ ഉള്ളൂ. എന്നിട്ട് ഞാൻ വിചാരിച്ചു ഈ പാട്ടിന് ഇനി എന്ത് പ്രസക്തിയെന്ന്. ഞാൻ ഈ സിനിമാക്കാരെന്ത് വിട്ടിത്താ ചെയ്തത്. ഞാൻ കണ്ണൂർ തലശ്ശേരിയിൽ ഈ കുട്ടിയാലിക്കയുടെ വീട് അന്വേഷിച്ച് പോയപ്പം ഒരു പാവപ്പെട്ട വീട്ടിൽ ഒരു സ്ത്രീ, വളരെ വൃദ്ധയായ സ്ത്രീ, അദ്ദേഹം മരിച്ചുപോയി, ഭാര്യയുണ്ട്. അവർക്കറിയില്ല ഈ പാട്ട് തൻ്റെ ഭർത്താവ് ഇതാണെന്ന്. അവർക്ക് കാശൊക്കെ കൊടുത്തു, സിനിമാക്കാർ കൊണ്ടുപോയി. ഇവരെന്ത് കാട്ടാനാണ്. പക്ഷേ 2 മാസം കഴിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി. നമ്മൾ അനാർക്കലി മരക്കാരൊക്കെ കോറിയോഗ്രാഫി ചെയ്തിട്ട് അത് സുലേഖ മനസ്സിൽ ആ പാട്ടൊന്നും ഇപ്പോൾ അതൊക്കെ 75-80 മില്യൺ ആൾ വീണ്ടും കാണുകയാണ്. ഇതാണ് ഈ പാട്ടിൻ്റെ ഒക്കെ ഒരു സാധ്യതകൾ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത് ഇതങ്ങനെ പറയാനോ ഞാനതിൽ ബന്ധപ്പെട്ട കാര്യം നിങ്ങളോട് പറയാനോ അല്ല. ഒരുപാട് പാട്ട് മലയാളി ഏറ്റവും കൂടുതൽ കണ്ടത്, ലോകത്തിന് അത്ഭുതമായിട്ട് സോഷ്യൽ മീഡിയയിൽ സജീവമായത് മാണിക്യമലരായ എന്നുള്ള പാട്ട് എനിക്ക് 100 മില്യൺ കടന്നു എന്നുള്ളതാണ്. നിങ്ങൾ യൂട്യൂബ് എടുത്ത് പരിശോധിച്ചാൽ മതി. അത്രയ്ക്ക് ആളുകൾക്ക് ഇഷ്ടമുള്ള ഈണം. ഈ കെസ് എന്ന് പറയുന്ന ഒരു വല്ലാത്ത സംഭവമാണ്. ഈ ആരംഭം തുളുമ്പും ഈ നമ്മുടെ ആരാലും മനസ്സിലൊക്കെ അതങ്ങനെ അല്ലാതെ പാടാൻ പറ്റില്ല. അതിൽ നമുക്കൊരു സങ്കടമായ പാട്ട് എഴുതാൻ പറ്റില്ല. തന്നെന്നാന്ന് സങ്കടമുള്ള പാട്ട് പറ്റില്ലോ. ഇമ്പക്കാറത്ത് കഴുത്തും കരുണക്കണ്ണ് ചുരുത്തിട്ട് ഈ പാട്ട് നമുക്ക് ആ ഒരു സംഗീതപ്പം നമുക്ക് കെസ്സാണ്. അതിൽ നമുക്കൊരു സങ്കടമാവുന്ന പാട്ട്, ഒരു കത്തുപാട്ട് എഴുതാൻ പറ്റൂല. കാരണം അത് നിൽക്കൂല. കാരണം അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇങ്ങനെയുള്ള അത്ഭുതങ്ങളാണ് നമ്മുടെ പഴമക്കാർ കാണിച്ചു തന്നത്. ആ തരത്തിൽ പാടുകയും വേണം. എനിക്ക് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങളെ മുമ്പിലുള്ള കിട്ടുന്ന പാട്ടുണ്ടല്ലോ അതെന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം, എന്നിട്ട് പാടാവുള്ളൂ. ഞാനൊക്കെ ചില സ്ഥലത്ത് പോയ ബുദ്ധിമുട്ടാവാറുണ്ട്. ചില റിയാലിറ്റി ഷോ തന്നെ സങ്കടപ്പെട്ട് പാടേണ്ട പാട്ട് കാണും, ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പാടുന്നത്. സങ്കടപ്പെട്ട് പാടുന്ന പാട്ട് മാനിത കോതി കൽബിൽ മദീര പൂങ്കാനി തേനെ മദന പൂങ്കാനിയേയൻ മഹബൂബേരേ. ഇത് ഭർത്താവിൻ്റെ മയ്യത്ത് മടിയിൽ വെച്ചുകൊണ്ട് യുദ്ധക്കളത്തിൽ ഭാര്യ പാടുകയാണ്. ഈ പാട്ട് ഡാൻസ് ചെയ്ത് പാടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. ഇങ്ങനെയൊക്കെയുള്ള അപ്പോൾ കുട്ടികൾക്ക് അതൊക്കെ ഒന്ന് ബോധ്യപ്പെടണം. കുട്ടികൾ ആരോ പറയുന്ന പാട്ട് ഇങ്ങനെ പാടുക. നിങ്ങളെ ഗുരു ഒരിക്കലും യൂട്യൂബ് ആവരുത് എന്നെനിക്ക് അഭിപ്രായമുണ്ട്. യൂട്യൂബ് ഗുരുവാക്കിയാൽ ഒരുപാട് പ്രശ്നമുണ്ട്. അത് ആ തെറ്റുകൾ നമ്മൾ ആവർത്തിക്കും. അതാണ് ശരിയെന്ന് വിചാരിക്കും. നമ്മളൊക്കെ ചില പാട്ടുകൾ തിരുത്തി കൊടുത്താൽ, മോയിൻകുട്ടി വൈദ്യരുടെ ഇജ്റയിലെ ഒരു പാട്ട് ഞാനൊരു കുട്ടി എൻ്റെ അടുത്ത് കൊണ്ട് ഞാൻ അറബി മലയാളം നോക്കി എഴുതി കൊടുത്തപ്പോൾ ഇതിങ്ങനെയല്ല എന്ന് പറഞ്ഞു. പാടിയ ആൾ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയല്ല എന്ന്, തെറ്റിയിട്ടാണ് പാടേണ്ടത്. പാടിയ ആൾ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ളൊരു ലോകത്താണ്. സാരമേറിയ മംഗലത്തിൻ ആരംഭമണിമാരനെന്നേ. ഈ പാട്ട് ഗ്രാമഫോൺ റെക്കോർഡ് മാരൻ തന്നെ എന്നുള്ളത്.
നിങ്ങൾ മാരനെന്നേ മാരൻ തന്നെ, ഇത് രണ്ട് വ്യത്യാസമുണ്ട്. ഉണ്ടോ സഖി ഉണ്ട് സഖി എന്നല്ല പാടില്ല. അതൊരു ചോദ്യമല്ലേ, ഉണ്ടോ സഖി. ഏറ്റവും ഇപ്പം റംലത്ത മരിച്ചപ്പോൾ റംലത്തയുടെ ഏറ്റവും വൈറലായ ഒരു പാട്ട് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത് വമ്പുറ്റ ഹംസാണ്. വമ്പുറ്റ ഹംസ ചാടി ചാടി ടെമ്പി. നിങ്ങൾ ഇപ്പോഴത്തെ നോക്ക്, ലക്ഷക്കണക്കിന് ആളുകൾ ചാടി ടമ്പി അസുഖത്തിൽ എന്നാണ് പറഞ്ഞത്. ഈ അമ്പ് എന്ന് പറഞ്ഞാൽ ചാടിയിട്ട് പിന്നെ അവിടെ അമ്പലാണല്ലോ വേണ്ടത്, നമ്മളവിടെ തീരുമാനിക്കുകയാണ്. MP എന്ന് പറഞ്ഞാൽ പറഞ്ഞു എന്നാണ് അർത്ഥം. ഇത് നമ്മൾ വ്യത്യാസമാണ്. ചാടി ടെമ്പി അസുഖത്തിൽ മാറടാ, അതിൻ്റെ അർത്ഥം നിങ്ങളെല്ലാവരും അറബി മലയാളം പഠിക്കണമെന്നല്ല. പക്ഷേ മഹാന്മാരായ ആൾ ഇത് അബദ്ധവശാൽ ഇതിൻ്റെ രചയിതാവോ അവർ ബന്ധപ്പെട്ടവരോ കേൾക്കാൻ ഇട വന്നാൽ അതിൻ്റെ ഒരു ആവശ്യം. ഇപ്പോൾ ബാപ്പക്കൊക്കെ ഇവിടെ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ തെറ്റിച്ച് പാടുമ്പോൾ അദ്ദേഹത്തിനുണ്ടാകുന്ന ഒരു അനുഭവം ഉണ്ട്. ഐദുറുസ് മാഷൊക്കെ അതിനെ കുറിച്ച് പറയുന്നവരാണ്. ബദറുദ്ദീൻ പാടുന്നവരുണ്ട്, ഫസൽ കൊടുവള്ളിയുണ്ട്, ഇവരൊക്കെ എഴുത്തുകാരാണ്. അവർ പോലും വിചാരിക്കാത്ത അർത്ഥത്തിൽ ചില ആളുകൾ പാടിക്കളയും. അവർ ജീവിതത്തിൽ വിചാരിച്ചിട്ടുണ്ടാവില്ല. പറയും ഞാൻ ആ ഹക്ക് എന്നുള്ളതിന് ഈ ശരിക്കും അതിൻ്റെ അർത്ഥം വിചാരിക്കാത്ത തരത്തിൽ നമ്മൾ വ്യാഖ്യാനിക്കുന്ന കാലഘട്ടമാണ്. സൂഫിസത്തിലെ പാട്ടുകൾ അങ്ങനെയൊക്കെ ഞാൻ നീയും ഞാനെന്നൊക്കെ പറഞ്ഞാൽ സൂഫിസായി. അതുകൊണ്ടാണ് അത്തരം പാട്ടുകൾ നമ്മളുടെ ഇടയിൽ ആർക്കും വ്യാഖ്യാനിക്കുന്ന തരത്തിലേക്ക് വളരെ കൃത്യമായിട്ട് പോകുന്നത്. ഇപ്പോൾ സമീർ ബിൻസിയെ പോലെയുള്ള പ്രതിഭാധനരായ ആളുകൾ നമ്മൾ മുമ്പിൽ അവതരിപ്പിച്ചപ്പോഴാണ് ഈ പാട്ടിൻ്റെ പൊരുളെന്താണ് നമ്മൾ അറിയുന്നത്. അതുകൊണ്ട് പാട്ടിനെ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് കാണും. പ്രത്യേകിച്ച് അതിൻ്റെ വിഷയം എന്താണെന്നുള്ളൊരു തിരിച്ചറിവണം. രണ്ടാമത് അത് ആലപിക്കുമ്പോൾ ആ തരത്തിൽ ആലപിക്കാൻ നമുക്ക് കഴിയണം. ഞാനിപ്പോൾ ഇവിടെ ഇപ്പോൾ വാഴക്കാടുള്ള അമ്പലത്തെ പോലെ ഫസീലത്തയുടെ സന്തത സഹചാരിയായ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ, ഫസീലത്ത എന്ന് പറയുന്ന ഗായിക നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നത് എന്തുകൊണ്ട്? അവർ സംഗീതം പഠിച്ച ആളല്ല. വിജയേട്ടനോടെ ഉണ്ട് കീശ്ശേരിയിൽ, അവർക്ക് ചെറുപ്പത്തിലേ അറിയുന്ന ആളാണ്. ഇപ്പോൾ ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കാം. പിന്നെ ഞാൻ പറഞ്ഞത് എങ്ങനെ പാടണം എന്നുള്ളതിന് കൃത്യമായ നമ്മുടെ മുമ്പിൽ ഉദാഹരണമാണ് ഫസീലത്ത. സംഗീതം പഠിക്കാത്ത ഫസീലത്ത ഭക്തിഗാനം പാടുമ്പോൾ എങ്ങനെ പാടുന്നു അല്ലേ? മറിമായത്തിൻ്റെ ദുനിയാവ് കണ്ടിട്ട് മറിയാതിരിക്കാൻ കനിവ് നീട്ട് റബ്ബേ മരണനേരത്ത് സുബർക്കം കാട്ട്. ഇവിടെ നമ്മൾ അറിയാതെ ഒരു പ്രാർത്ഥനയുടെ ടോണ് ഫസീലത്താക്കുണ്ട്. ഒരുപാട് പാട്ടുണ്ട്, ഞാൻ ഉദാഹരണമായി പറയുന്നില്ല. രണ്ടാമത് ഫസീലത്ത, ഇതേ ഫസീലത്ത ഒരു ശൃംഗാരഗാനം പാടുകയാണെങ്കിൽ നിങ്ങൾ ഫസീലത്തയുടെ പാട്ടുകളൊക്കെ കേട്ടു നോക്കൂ, ഭക്തിഗാനങ്ങളൊക്കെ കേട്ടു നോക്കൂ, അത് വേറൊരു ടോണാണ്. അത് വേറെ ആർക്കും ഇത് ലഭിച്ചിട്ടില്ല. ഫസീലത്തയുടെ പാട്ട് കേരളത്തിലെ പ്രമുഖരായ പാട്ടുകാർ പാടിയാലും ഫസീലത്തയുടെ പോലെ കഴിയില്ല. രണ്ടാമത്തെ കാര്യം, ഫസീലത്ത ഒരു പൂരം കാണണ ചേലക്ക് നമ്മളെ തുറിച്ചു നോക്കണ കാക്കാ നിങ്ങളെ സ്വർണം പൂശിയ പല്ലുകൾ കണ്ട് മയങ്ങൂല പടച്ചോനാണേ വണ്ടിയിൽ നമ്മൾ കേറൂല. അവിടെ ഭക്തിയല്ല, അവിടെ ഒരു ഇളവാണ്. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ പറയുക, ഒരു കളിയൊക്കെയാണ്. അങ്ങനെ പാടാൻ കഴിയണം. ഫസീലത്ത വീണ്ടും പാടുകയാണ്, കിരികിരി ചെരുപ്പുമ്മൽ അണഞ്ഞുള്ള പുതുനാരി അണഞ്ഞുള്ള പുതുനാരി മല്ലിമാർ സമൂഹത്തിൽ വിളങ്ങിടുന്നേ നാരി വിളങ്ങിടുന്നേ. പല പാട്ടിലുണ്ടത്. അവിടെ ഒരു കല്യാണ പാട്ടാകുകയാണ്. ഞാൻ അവസാനിപ്പിക്കുന്നത്, ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഞാൻ ഫസീലത്തെ ഉദാഹരണമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അവരൊക്കെ പാടി വെച്ച പഴയ ആളുകളെ പാട്ടൊക്കെ നിങ്ങൾ കേൾക്കേണ്ടത് അത് നമ്മൾ പാടാൻ വേണ്ടി ശ്രദ്ധിക്കുമ്പോൾ അവരുപയോഗിച്ച ഒരു, നമ്മളറിയാതെ അതിൽ ഉപയോഗിച്ച ഒരു ഭാവം ഉണ്ടാവും. അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടേതായ രീതിയിൽ അതുപോലെ പാടണം എന്നല്ല ഞാൻ പറഞ്ഞത്. എങ്ങനെയും നമുക്കും നിലനിൽപ്പുള്ളൂ. നമ്മളെല്ലാ മഹാന്മാരായ ആളുകളെയും ഓർക്കുകയാണ്. മൂസക്കയും പീർക്കയും VN കുട്ടി മാഷയെയും ഇങ്ങനെ ഓരോരുത്തരെയും നമ്മളെ പള്ളിക്കൽ മൊയ്തീൻ, KT മുഹമ്മദ് കുട്ടി, AV മുഹമ്മദ്, എരഞ്ഞോളി മൂസക്ക, അതുപോലെ SM കോയ, ഫസീലത്ത, റംലത്തൊക്കെ നമ്മൾ ഓർക്കും. ഇങ്ങനെ ഓർക്കുന്നത് പോലെ നമ്മളൊക്കെ കലാകാരന്മാരെ ഭാവി തലമുറ ഓർക്കേണ്ടതുണ്ട്. അതിനായി നമ്മൾ ഗൗരവമായി ഈ മേഖലയെ കാണണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നമസ്കാരം.